ഇത് പോട്ടെങ്ങനെയുണ്ട്? നല്ല രസമുണ്ട്. നല്ല രസമുണ്ട്. ഭാഗ്യത്തിന് പൊന്നുമോൾ കുപ്പത്തിലെ കളർ നല്ല രസപ്പെട്ടു അല്ലേ? നല്ല 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 പുരാപ്പുറ തന്നെ ഇങ്ങനെ കൊത്തി കൊത്തി കൊണ്ടുപോകും. അതെ, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഇവിടെ കല്യാണം കഴിച്ചു കൊടുക്കണം പ്രായമാകുമ്പോ അല്ലാണ്ട് ഒരു തമാശ കുട്ടീനെ കല്യാണം കഴിച്ചു കൊടുക്കാം ഈ ചെറിയ പൈതലിന്റെ കാര്യം പറഞ്ഞത്. നിങ്ങളുടെ ഉദ്ദേശം എന്താന്നാ ചോദിക്കണേ? എന്ത് ഉദ്ദേശം എന്ന് ചോദിക്കണത്? തിരിച്ചു പോണൊന്നുമില്ലേ? എവിടെ തിരിച്ചു പോകാൻ ആൾക്കാരില്ല. ഇപ്പൊ യുദ്ധം പൊട്ടിയ സമയത്ത് എങ്ങനെ തിരിച്ചു പോവാ? ടിക്കറ്റിനാണെങ്കിൽ വേറെ എവിടേക്കെങ്കിലും ശ്രമിക്കും. യുദ്ധം പൊട്ടിയെന്ന് പറഞ്ഞ് അത് ക്യാൻസൽ ചെയ്ത് ഇവിടെ വന്നിരിക്കുക. എന്താ പറഞ്ഞത്? ഇവിടെ വേറെ എന്താ വരുമാനം? ഈ പ്രായത്തിൽ എവിടെ വിസ കിട്ടുക? 40-45 വയസ്സ് കഴിഞ്ഞു. അതിന് ഈ സമയത്ത് എവിടുന്ന വിസ കിട്ടുക? ആർക്കെ വിസ കിട്ടുക? എവിടുന്ന കിട്ടിയ പറഞ്ഞോണ്ടാ? അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. വാപ്പാണ്ട് പോയിട്ട് വിസ ഉണ്ടാക്കി തരാൻ പറയും പോയിട്ട്. വെറുതെ എന്റെ വാപ്പാനെ വിളിക്കാൻ മര്യാദയ്ക്ക് ഇവിടുന്ന് പോവാൻ നോക്ക്. കേറി പോവാൻ നോക്ക്. പെരുന്നാളും കാര്യങ്ങളെ വരണം. എന്താ അത്യാവശ്യങ്ങളുണ്ടെന്ന് അറിയോ? ഈ പെരുന്നാളൊക്കെ നോമ്പ് 10-27 ഇവിടെ കഴിഞ്ഞില്ലേ? ഇവിടെ വലിയ കുറവുണ്ടായിട്ട് അടക്കി മക്കൾക്കോ നമ്മുടെ മക്കൾക്ക് കുറവുണ്ടായിട്ടുണ്ട്. ഇനി കുറവുകൾ വരാനാ പോണേ. മക്കളുടെ കുറവുണ്ടായിട്ടുണ്ടോ? കുറവുകൾ വരാനാ പോണേന്ന്. ഇനി എന്ത് കുറവ്? എങ്ങനെ വലിയ കുറവുകൾ? കുട്ടീനാനത്തിന് കണ്ടിക്കണ്ട. ഇത് വളർന്നു വരല്ലേ? ഇനി ഒറ്റയ്ക്ക് കാര്യങ്ങളൊന്നും ചെയ്യൊന്നും വേണ്ടേ? പിന്നെ പഠിപ്പിക്കാനുള്ള പൈസ കട്ടി വെക്കണ്ടേ? ഇക്ക് നല്ല കഴിത്തോലെ അറിയാം. മനസ്സിലാവുണ്ടോ? ഗൾഫിൽ നമ്മൾ ജീവിച്ചിരുന്നില്ലേ? ഈ വീട് അവിടുത്തെ പൈസ ഇവിടെ ഉണ്ടോ? ഞാൻ പറഞ്ഞ എനിക്ക് മനസ്സിലാവുണ്ടോ? ഈ വീടും കാര്യങ്ങളും നമുക്ക് വണ്ടിക്കാരാ ഉണ്ടാക്കി തന്നത്. ഞാനല്ലേ ഉണ്ടാക്കിയത്? അത് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ തന്നെ പറഞ്ഞേ തിരിച്ചു പോണം. അത്ര തന്നെ നിലനിർത്തിനാണ്. 10-23 കൊല്ലം ഗൾഫിൽ അധ്വാനിച്ച് ഞാൻ അതൊക്കെ ഉണ്ടാക്കാൻ എനിക്ക് പോരാ. ഒരു ഈ യുദ്ധം പൊട്ടിക്കാരൻ തിരിച്ചു പോകുമ്പോൾ അതിനെ നെഞ്ഞത്തെ കയറാൻ വരുന്നത്. പിന്നീട് പഠിക്ക് പോണ്ടേ? ഞാൻ ചങ്ങാതി നോമ്പ് കഴിഞ്ഞ് പെരുന്നാൾ കഴിഞ്ഞ് നാട്ടിൽ പണിക്ക് പോയിക്കോ. ഞാൻ പെരുന്നാളും കാര്യങ്ങളാ വരണേ. അടുത്ത ആഴ്ച ഒരു പെരരിക്കലുണ്ട്. അതിനുള്ള കാശ് വേറെ കൊടുക്കണം. സ്വർണത്തിന് എന്താ വില എന്നറിയപ്പോ എനിക്ക് കേക്കണ്ട. ഞാൻ പറഞ്ഞു നിങ്ങൾ കേക്കണ്ട. എന്താണ് ഇവിടെ കച്ചറ? എന്താണ് നേരെ തുടങ്ങിട്ട്? എന്താ മോനെ, എന്താ പ്രശ്നം? പൊന്നാരം മങ്ങൾക്ക് അറിഞ്ഞല്ലേ? ഞാൻ വന്ന് തിരിച്ചു പോകാൻ ഫ്ലൈറ്റ് ഇല്ല. ഫ്ലൈറ്റ് ഒക്കെ ബ്ലോക്ക് ആയതുകൊണ്ട് ഞാൻ നാട്ടിൽ നിൽക്കേണ്ട ഗതികേട് വന്ന്. ഞാൻ മിഞ്ഞാന്ന് വിളിച്ചപ്പോൾ ട്രാവൽസ് ഏജൻസിന്റെ പറഞ്ഞു ഫ്ലൈറ്റ് പോകുന്ന ടിക്കറ്റ് ഇല്ല, ക്യാൻസൽ ആക്കിക്കാൻ പറഞ്ഞു. ഇപ്പൊ ഞാൻ എവിടേക്കും പണ്ടത് മൂലക്കടി അടിക്കാൻ നിൽക്കണം. എന്താ എവിടേക്കാ കേറി കേറി പോണത്? ഇന്റെ കുട്ടി പോണെന്നുണ്ടെങ്കിൽ ഓൻ പോകും. എനിക്കൊരു മോന്റെ സ്നേഹമാണ് കിട്ടിക്കുന്നത്. ഇതൊരു മോളാന്നാണ് കാണില്ല. ഇവ എന്നെ സ്നേഹിക്കണം. ഒരു മോൻ ഇത് സ്നേഹിക്കുന്നില്ല. ഇനി ഒന്ന് വെജാതായാല് ഒരു 100 വട്ടം എന്റെ കുട്ടി പോകും വിളിച്ചു. ഇജ്ജ് ഇവിടെ നിന്നാ എന്നെ തിരിഞ്ഞു നോക്കലുണ്ടാ? സ്നേഹം കൊണ്ട് ചാലിച്ചാലൊന്നും കാര്യങ്ങൾ നടക്കില്ല. ഉമ്മ ഓടുമ്പോ രാവിലെ തിന്ന രാത്രി കിടന്ന് അത്താച്ചോറ് കഴിച്ചപ്പോ തുടങ്ങി ഒരു മാസമായിട്ട് രണ്ടും കൂടി കുത്തിരുന്നാണ്ട് കീരി പാമ്പുമായി. ഇന്റെ പൊന്നാരമ്മ ഞാൻ നനച്ചോട്ടെ. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയത്. ഇമ്മാക്ക് നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? വാപ്പ മരിച്ചത് ഞങ്ങളുടെ കൊടുന്നാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടായിട്ടുണ്ടോ? എനിക്ക് ഒരു കുറവുണ്ട്. എന്റെ കുട്ടി എന്നെ നന്നായിട്ട് സ്നേഹിച്ചിട്ടുണ്ട്, നന്നായിട്ട് നോക്കുന്നുണ്ട്. ഓളെ കാട്ടിലും പറച്ചിലും കണ്ടായിരിക്കും നിങ്ങളോളം അമ്മായിമ്മനായിരിക്കും. എടി എന്റെ കാതിലും കൗത്തിലും ഔത്ത പണ്ട് എല്ലാം എന്റെ കുട്ടി ഉണ്ടാക്കി തന്ന. എന്തേ ഞങ്ങൾ എനിക്ക് തന്നു? ഒന്നും തന്നിട്ടില്ല. പിന്നെ എന്തിനു ജോൻ അങ്ങനെ പറഞ്ഞേക്കണേ? അവിടെ പോയിട്ടല്ലേ ഉണ്ടാക്കിയത്. ഇനി ഉണ്ടാക്കാം. ഇനി ഇതിനോരോ കൊടുക്കാല്ലേ? ഓരോന്നിനെ വേറെ നിക്കണ്ട്. ഇപ്പൊ ഈ ചൈന പഠി അതൊക്കെ ഞാൻ കെട്ടിച്ചയച്ചോണ്ട് ഇതിന്റെ ക്ലാസ് സ്കൂളിൽ പൈസ അടയ്ക്കണ ഇല്ലേ? ഇംഗ്ലീഷ് മീഡിയത്തിൽ ഞാനാണ് ഉണ്ടാക്കിയത്, നിങ്ങളല്ല ഉണ്ടാക്കിയത്. എത്ര പൈസ കെട്ടി വെക്കണം? അതൊക്കെ ഞാൻ അൽഹംദുലില്ലാഹ് ഞാൻ കൊണ്ടുനടക്കും. എനിക്കറിയാം. ഞാൻ നാട്ടിൽ വയറിങ്ങിന്റെ പണി ഞാൻ നൗഷാദിനോട് നമ്മുടെ നൗഷാദില്ലേ നൗഷാദിനോട് വയറിങ്ങിന്റെ പണി പറഞ്ഞിട്ടുണ്ട്. നൗഷാദ് നാട്ടിൽ നിൽക്കണ്ട, തിരിച്ചു പോയാ മതി. ഉമ്മാരെ കൂടി നാട്ടിൽ നിന്നാണ് എന്തെങ്കിലുമൊക്കെ പണിക്ക് പോയിക്കോളൂ. അതപ്പോ നല്ലത്. ഉമ്മയും മോനും കൂടി എന്ത് തേങ്ങ. അത് അങ്ങനെ തന്നെയാണ്. ഒന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ? അത് ഇന്റെ മോളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്റെ മരോളെക്കാട്ടി അപ്പുറമാണ്. ഇപ്പൊ ഇങ്ങനത്തെ മരക്കള് വരുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് ഞാനാണോ വലുത് മരുമോനാണോ വലുത്? നിങ്ങൾക്ക് മോളായ ഞാനാണോ വലുത് മരുമോനാണോ വലുത്? എന്റെ മരോനും മോളും ഒക്കെ വലുത് തന്നെയാണ്. പക്ഷെ കാര്യം കാണുകൊടുത്ത് ഞാൻ വർത്താനം പറയുള്ളൂ. മനസ്സിലായ? ഇത് ഈ വെറുതെ ചാടി കളിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ ഈ ഗൾഫിൽ യുദ്ധമായിട്ട് എത്രയോ ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അതേമാതിരി ഓന് വന്നാലേ തിരിച്ചു പോകാൻ പറ്റാത്തോട് നിൽക്കണ. അല്ലെങ്കിൽ നാട്ടിൽ പോയി ഞാൻ നിൽക്കണല്ല. ഇപ്പൊ ഇവിടുത്തെ കണ്ടാൽ ഓളെ ഭർത്താവ് വിചാരിക്കും, ഓളാണ് ഭർത്താവ് വിചാരിക്കും. ഞാൻ അധ്വാനിച്ചുണ്ടാക്കി പരണ്ടാക്കി ഞാൻ ഈ പെരുന്നാക്ക് തന്നെ ഈ വൈക്കാൻ പറ്റുന്ന കാര്യം പറഞ്ഞില്ല. ബൈക്ക് വേണ്ട, ഞാൻ ബൈക്കിന്റെ വിളിക്കും ചെല്ലിന്റെ പോണാ കിടക്കുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ ഈ ബൈക്ക് തിരിഞ്ഞേക്കില്ല. ഞാൻ പറഞ്ഞില്ലേ ഞാൻ മങ്ങളോട് സ്നേഹമല്ല, ഞാൻ മങ്ങളോട് സ്നേഹം മാത്രം നിൽക്കണം. ഓളെ ഞാൻ മന്ദം തുടങ്ങിയിട്ട് കൂട്ടര് ഞാൻ നിൽക്കാതിക്കണ്ട. ഞാൻ പൈതമക്കളെ കണ്ടോട് മാത്രം വരുന്നതാണ്. കാര്യം പറഞ്ഞല്ല. ഞാൻ എന്താ പറഞ്ഞേ? നാട്ടിൽ നിൽക്കണ്ടെന്നല്ലേ പറഞ്ഞോളൂ. നമ്മള് ഓന്റെ ചെലവിൽ ഓന്റെ വലിയ നിൽക്കുന്നത്. മനസ്സിലായ? വെറുതെ അല്ലല്ലോ. കെട്ടിയോളും മക്കളും അല്ലേ? കെട്ടിയോളും മക്കളും നിങ്ങൾ രണ്ടാളും. ഞാനാരാ? ഞാൻ എന്റെ അമ്മയാണ്. ഇന്ന ഓനെ ഓന്റെ അമ്മാനെ നോക്കണക്കാണ്ട് അത് നോക്കണ്ടേ.
ഓന്റെ മാന്റെ അടുത്തേക്കല്ലേ ഓൻ പോണത്, ഓൻ ഇങ്ങോട്ട് ഇന്റെ അടുത്തേക്കാ വരുന്നത്. അറിയാം എനിക്ക് പിന്നെ അച്ഛയൊക്കെ നോക്കണ്ട്. ഇവര് എന്തിനാ ചോര ആട്ടി പറഞ്ഞത്? വിളിച്ചടി ഓനെ പോയി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരേ. ആരെ കണ്ടു കാണാൻ കുത്തിരിക്കണത്? ഒരു ആഹാരമില്ല, വാപ്പല്ലേ, ആരും രാഗള്ള ഈ ഒരു ഞാനാണ് ഇന്നീ തവണ ഇത്ത പൊട്ടനെ മാതിരി ആട്ടുന്നത്. ഇപ്പൊ ഓനെ അത് അതേമാതിരി ആട്ടി കുട്ടിക്കണ്. എന്താ എന്റെ മനസ്സില് ഇത്രയൊന്നും ഗർഭം പാടി ചേട്ടപ്പണ്ണെ നല്ലോണം ഓർമ്മ വെച്ച് നിന്നോ. ഒരു പവ സ്വർണത്തിന് എന്താ വില എന്നറിയോ? മക്കളെ കെട്ടിച്ചു കൊടുക്കണ തള്ളാർക്ക് അതിന്റെ അറിയുള്ളോ? നിങ്ങളൊന്നും തന്നില്ല എന്നും പറഞ്ഞിട്ട്. ഞാൻ തരാത്തോടെ നല്ലൊരു ചെറുക്കനെ കിട്ടിയില്ല. എനിക്ക് കിട്ടിയില്ലേ? എനിക്കേ ഞങ്ങൾ തന്നിട്ട് ഓ എന്റെ കജ്ജും കാലും മേരി നിറച്ച് കൊല്ലുണ്ടാക്കി തന്നു. ഒരെനിക്ക് എന്താ വിചാരിച്ചിട്ട് അടങ്ങിയാ നിന്നൂടെ എനിക്ക് എല്ലാ പെൺകുട്ടികളെയും മാതിരി. എനിക്ക് എന്റെ നാവിന് നിങ്ങളെത്രയാണ് ഒന്ന് കുറച്ചുകൂടെ. എനിക്ക് എന്റെ നാവിന്റെ നീളൊന്നും നിങ്ങൾ അളക്കണ്ട, മനസ്സിലായ? നിങ്ങൾ ഇവിടെ അല്ല വന്ന് നിൽക്കണേ. നിങ്ങൾക്ക് തീരെ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ട് ഇറങ്ങി പോയിക്കോ. എന്നെ പരിക്ക് അവിടെ ആരും വരണ്ട. എന്റെ കുട്ടി ഇല്ലാത്ത കാര്യം ഞാൻ നിൽക്കില്ല. ഞാൻ പോകും. ഇത് ഒറ്റ ആൾ ജീവിച്ചോ നമുക്കൊന്ന് കാണാം. പോയിക്കോ. എന്റെ കുട്ടി ഇല്ലാത്ത കാര്യം ഞാൻ നിൽക്കില്ല. എന്നൊരാളും ഭരിക്കണ്ട, എന്റെ വീടാ. പഠിക്കാലടി നിനക്ക്, പഠിക്കാൻ നോക്ക്. കണക്കാ.